എൻ്റെ ടോപ്പിക്ക് LLM, BERT, GPT. LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽ, ഒരു AI മോഡലാണ്. ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കുകയും ജനറേറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ബില്യൺസ് ഓർ ട്രില്യൺസ് വേർഡ്സ് ഫ്രം ബുക്സ്, ആർട്ടിക്കിൾസ്, വെബ്സൈറ്റ് ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് ട്രെയിൻ ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഡീപ്പ് ലേണിംഗ് ആണ്, എസ്പെഷ്യലി ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ അത് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലുള്ളൊരു കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് LLM എന്ന് പറയുമ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ ലാർജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബില്യൺസ് ഓഫ് വേർഡ്സ് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് തന്നെ ഇത് ഒരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ദെൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇതിൽ നാച്ചുറൽ ഹ്യൂമൻ ലാംഗ്വേജിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ചില LLMs കോഡും മനസ്സിലാക്കുന്നുണ്ട്. ദെൻ മോഡൽ എന്ന് പറയുമ്പോൾ ഇതൊരു ട്രെയിൻഡ് AI സിസ്റ്റം ആണ്. ടെക്സ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുകയും ജനറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദെൻ ഹൗ LLMs വർക്ക്. ഫസ്റ്റ് ട്രെയിനിങ്, ഈ ഒരു മോഡലിന് വലിയൊരു ഡാറ്റ സെറ്റിൽ ട്രെയിൻ ചെയ്യും. ദെൻ സെക്കൻഡ് ഫൈൻ ട്യൂണിങ്, ഈ ഒരു പ്രീ ട്രെയിനിങ് കഴിഞ്ഞതിന് ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യും. ദെൻ പ്രഡിക്ഷനിൽ യൂസർ ഒരു ഇൻപുട്ട് ഓർ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ LLM നെക്സ്റ്റ് വേർഡ് ഓർ ടോക്കന് പ്രെഡിക്റ്റ് ചെയ്ത് മീനിങ് ഫുൾ സെന്റൻസ് ജനറേറ്റ് ചെയ്യും. എക്സാമ്പിൾസ് ഓഫ് LLM: BERT, GPT സീരീസ്, ലാമ, ജെമിനി. ദെൻ ആപ്ലിക്കേഷൻസ് സെർച്ച് എൻജിൻസ്, ചാറ്റ് ബോട്ട്സ്, ചാറ്റ് GPT, അലക്സ, സിറി പോലത്തതൊക്കെ. ദെൻ ഹെൽത്ത് കെയറിൽ മെഡിക്കൽ റിപ്പോർട്ട് സമ്മറൈസ് ചെയ്യാനൊക്കെ, എഡ്യൂക്കേഷനിൽ ഡൗട്ട് ക്ലിയറിങ്ങിന്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ ബിസിനസ്സിലൊക്കെ വരുമ്പം ഇമെയിൽ റിപ്പോർട്ടൊക്കെ ഓട്ടോമേഷൻ ചെയ്യാൻ, പ്രോഗ്രാമിങ്ങിൽ കോഡ് ജനറേഷൻ, GitHub Copilot ഒക്കെ. ദെൻ അഡ്വാൻറ്റേജസ്: ഹ്യൂമൻ ലൈക്ക് ടെക്സ്റ്റ് വരും, മൾട്ടി ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ കഴിയും, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ യൂസ്ഫുൾ ആണ്. ചാലഞ്ചസ്: ബയസ്, ട്രെയിനിങ് ഡാറ്റയിൽ ബയസ് ഉണ്ടെങ്കിൽ റിസൾട്ടിലും ഔട്ട്പുട്ടിലും ബയസ് ഉണ്ടാകും. ദെൻ ഡാറ്റ പ്രൈവസി, സെൻസിറ്റീവ് ഡാറ്റയൊക്കെ ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഹാലൂസിനേഷൻ, റോങ് ഓർ ഫേക്ക് ഇൻഫർമേഷൻസ് ചിലപ്പോൾ ജനറേറ്റ് ചെയ്യും. ദെൻ കോസ്റ്റ്, ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. ദെൻ എത്തിക്സ്, ഫേക്ക് ന്യൂസും മിസ്യൂസും ഒക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ BERT ആണ്, ബൈ ഡയറക്ഷണൽ എൻകോഡർ റെപ്രസെൻറ്റേഷൻസ് ഫ്രം ട്രാൻസ്ഫോമേഴ്സ്. BERT ഒരു പ്രീ ട്രെയിൻഡ് ഡീപ്പ് ലേണിംഗ് മോഡലാണ്. ഇത് ഗൂഗിൾ ആണ് ഡെവലപ്പ് ചെയ്തത് 2018. ഇതൊരു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് ഇംപ്രൂവ് ചെയ്യാനാണ്, ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇതൊരു കീ ഐഡിയ എന്ന് പറയുന്നത് നോർമലി പല മോഡൽസും ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് റീഡ് ചെയ്യുന്നത്. ബട്ട് BERT ബൈ ഡയറക്ഷണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സെന്റൻസ് ദ ബാറ്റ് ഫ്ലൂ അറ്റ് നൈറ്റ് എന്ന് കൊടുത്താൽ നോർമൽ മോഡലിലൊക്കെ ആണെങ്കിൽ ബാറ്റ് എന്ന് കാണുമ്പം അത് ക്രിക്കറ്റ് ബാറ്റ് ആണ് എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ഒക്കെ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ. ദെൻ BERT ഫ്ലൂവും നൈറ്റും ആ വേർഡൊക്കെ കാണും, ബിക്കോസ് ബൈ ഡയറക്ഷണലായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതിലുള്ള ബാറ്റ് ആനിമൽ ആണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഹൗ BERT ഈസ് ട്രെയിൻഡ്. BERT ട്രെയിനിങ്ങിന് ഒരു 2 ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഉണ്ട്. ഫസ്റ്റ് വൺ, മാസ്ക്ഡ് ലാംഗ്വേജ് മോഡൽ, റാൻഡം വേർഡ്സിനൊക്കെ മാസ്ക് ചെയ്യും. ദെൻ സെക്കൻഡ്, നെക്സ്റ്റ് സെന്റൻസ് പ്രഡിക്ഷൻ, ഒരു സെന്റൻസ് A കഴിഞ്ഞിട്ട് സെന്റൻസ് B വരുമോ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യും. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് BERT: സെർച്ച് എൻജിൻസ്, ചാറ്റ് ബോട്ട്സ് ആൻഡ് QA സിസ്റ്റംസ്, കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. ദെൻ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സ്പാം ഡിറ്റക്ഷന് അതിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ NER, നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നീഷൻ, നെയിംസ്, പ്ലേസസ്, ഓർഗനൈസേഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഇതിൽ കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ബൈ ഡയറക്ഷണലായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നത് കൊണ്ട് വേർഡ്സിന്റെ റിയൽ മീനിങ്ങും കോണ്ടെക്സ്റ്റും നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ദെൻ നെക്സ്റ്റ് GPT, ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഇതൊരു AI ലാംഗ്വേജ് മോഡലാണ്. OpenAI ആണ് ഡെവലപ്പ് ചെയ്തത്. ഡീപ്പ് ലേണിംഗ് ആണ്, ഇതൊരു ഡീപ്പ് ലേണിംഗ് മോഡലാണ്. ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഹ്യൂമനെ പോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് മനസ്സിലാക്കുകയും ജനറേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ GPT ഒരു ഫുൾ ഫോമിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ജനറേറ്റീവ് ടെക്സ്റ്റ്, ആൻസേഴ്സ്, സ്റ്റോറീസ് അതൊക്കെ ജനറേറ്റ് ചെയ്യും. ദെൻ പ്രീ ട്രെയിൻഡ്
ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ഓൾറെഡി ഇതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിലാണ് ബിൽഡ് ചെയ്തത്. ഡീകോഡർ പാർട്ടാണ് മെയിൻലി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടാണ് ടെക്സ്റ്റിനെ റീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യും. ഇതുകൊണ്ട് കോണ്ടെക്സ്റ്റ് കറക്റ്റായി മനസ്സിലാക്കി ഫ്ലുവൻ്റ് സെൻറ്റൻസ് തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയും. വർക്കിംഗ് ഓഫ് GPT, ഇതിൽ 2 ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്സ് ആണ് ഉള്ളത്. പ്രീ ട്രെയിനിങ്, മോഡലിന് ഒരു ഹ്യൂജ് ഡാറ്റ കളക്ഷനിൽ ട്രെയിൻ ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഫൈൻ ട്യൂണിങ്. പ്രീ ട്രെയിൻഡ് മോഡൽ സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻസ് ഓഫ് GPT, ചാറ്റ് ബോട്ട്സ്, വെർച്വൽ അസിസ്റ്റൻസ്, ഹ്യൂമൻ ലൈക്ക് കോൺവെർസേഷൻസിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ കോണ്ടന്റ് ക്രിയേഷൻ, പിന്നെ പ്രോഗ്രാമിംഗ് ഹെൽപ്പ്, കോഡ് ജനറേറ്റ് ചെയ്യാൻ, ഡീബഗ് ചെയ്യാൻ, സമ്മറൈസേഷൻ, ലാർജ് ഡോക്യുമെന്റ്സ് ഒക്കെ ഷോർട്ട് ഫോമിൽ എടുക്കാൻ, ട്രാൻസ്ലേഷൻ, ലാംഗ്വേജ് ടു ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഒക്കെ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ GPT-ൻ്റെ ആപ്ലിക്കേഷൻസ്. ദെൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് GPT ഒക്കെ. അപ്പോൾ അതിൽ നമ്മൾ റൈറ്റ് എ ഷോർട്ട് പോയം അബൌട്ട് നേച്ചർ എന്നൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഹ്യൂമൻ റൈറ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പോയമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ GPT ഒരു പവർഫുൾ AI മോഡലാണ്. ലാംഗ്വേജ് പ്രെഡിക്റ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനുമാണ് ഇതിന് കഴിയുന്നത്. ഇത് ചാറ്റ് ബോട്ട്സ്, കോണ്ടന്റ് ക്രിയേഷൻ, കോഡിങ്, സമ്മറൈസേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്.